നമ്മുടെ പ്രേമലു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇത്ര വലിയ ഹിറ്റ് ആവുമെന്ന് നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. സംഭവം നടക്കുന്നത് ഇവിടെ ഒന്നും അല്ല, അങ്ങ് ഹോളിവുഡിലാണ്. ഈ പ്രേമലുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വെറും 4 കോടി എങ്ങാണ്ടുള്ളൂ അതിന്റെ ബഡ്ജറ്റ്. അതാണെങ്കിൽ ബോക്സ് ഓഫീസിൽ ഇപ്പൊ 100 കോടി എന്നുള്ള ഒരു നമ്പറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോം കോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് പുച്ഛമാണ്, പ്രത്യേകിച്ച് ഈ ബുദ്ധിജീവികൾക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഗിരീഷ് ഷേഡി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോളിവുഡിലെ എനിവൺ ബട്ട് യു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസ് ചെയ്യുന്നത്. പ്രേമലു പോലെ തന്നെ 25 മില്യൺ മാത്രമാണ് സിനിമയുടെ ബഡ്ജറ്റ്. ഒരു ഹോളിവുഡ് സിനിമ എന്ന് പറയുമ്പോൾ ഇതൊരു ലോ ബഡ്ജറ്റ് തന്നെയാണ്. സിഡ്നി സ്യൂനിയും ഗ്ലെൻ പവലും ഒക്കെ ആയിരുന്നു സിനിമയിൽ അഭിനയിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ നേടിയതാവട്ടെ $200 മില്യൺ ആണ്. ഈ റോം കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി നമുക്ക് ഓൾറെഡി അറിയാം. അതായത് നായകനും നായികയും അവസാനം ഒന്നിക്കും. അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും അവസാനം അതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക. എന്നാൽ മെജോറിറ്റി ഓഡിയൻസിനും ഈ ഒരു ജോൺറ കാണാൻ ഇഷ്ടമുണ്ട് എന്ന് തെളിയിക്കുന്ന 2 സംഭവങ്ങളാണ് പ്രേമലുവിന്റെ കേസും എനിവൺ ബട്ട് യുവിന്റെ കേസും.